ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ രാവിലെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിലല്ല, എൻ്റെ വീട്ടിൽ. ഇതേതാ സ്ഥലമൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ചുമ്മാ രാവിലെ ഇച്ചിരി കോടെല്ലാം ഉണ്ടായിരുന്നു, അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു നല്ലൊരു വൈബ് തോന്നി, അതുകൊണ്ട് വീഡിയോ എടുത്താൽ കേട്ടോ. ഇടയ്ക്ക് അതിനകത്ത് ചാടുന്നത് എൻ്റെ കുഞ്ഞാട്ടോ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒരു വീഡിയോ എടുത്താൽ കേട്ടോ. അപ്പം ഇതാണ് സ്ഥലം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് കൂടെ അടിച്ചോട്ടോ. അപ്പോൾ അതിന് മണ്ടയ്ക്ക് പുതിയൊരു അങ്കൻവാടി വേണമെന്നേ. അപ്പോൾ നല്ല അങ്കൻവാടി ഒന്ന് കാണാൻ കയറിയതാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അതിൻ്റെ ഒരു വണ്ടിയെല്ലാം ഉണ്ടായിരുന്നു. ചുമ്മാ എൻ്റെ മക്കളെ ആ വണ്ടിക്കകത്തിൽ കയറി. എല്ലാം പന്ന വണ്ടിയാണ്, കൊള്ളത്തൊന്നുമില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് കയറി കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ വണ്ടിയിലെല്ലാം ഇരുന്ന് കുറച്ച് നേരം കളിച്ച് എല്ലാം കഴിഞ്ഞിട്ട് അമ്മച്ചി പറഞ്ഞു ഉച്ചയ്ക്ക് 2 മണിക്കൊരു സ്ഥലം വരെ പോകണം. അതായത് അമ്മച്ചീൻ്റെ നാത്തൂന്, എൻ്റെ മാമി. അപ്പം മാമിയെ കാണാൻ പോയതാട്ടോ. സൂയിലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് കാണാൻ പോയതാട്ടോ. അപ്പം ഇങ്ങനെ യാത്രയാണ് കേട്ടോ. അതിനിടയ്ക്ക് വണ്ടിയെല്ലാം നിർത്തി സാധനങ്ങളെല്ലാം വാങ്ങിച്ചു, എല്ലാം ഉണ്ട് കേട്ടോ. അതൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല, വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കടയടക്കില്ല, മുട്ടായില്ല തിന്നോട്ടെ മക്കളെ. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എത്താറായില്ല. ഇതേതാ സ്ഥലം കൂടെ ഒന്നും കമൻറ്റ് ചെയ്യണേ, ഇതെവിടാണെന്ന്. നിങ്ങൾ പോയവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കോ കമൻറ്റ് ഇടണേ, ഇതേതാ സ്ഥലമെന്ന്. അപ്പം യാത്ര നമുക്ക് തുടങ്ങാം. യാത്ര തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീടെത്താറായി, കുറച്ച് ദൂരം കൂടെ ഉള്ളു കേട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാവോ സ്ഥലങ്ങളെല്ലാം? കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കട്ടോ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? അങ്ങനെ ഞങ്ങൾ വീടെല്ലാം എത്താറായി. ഇതാണ് വീട്. അപ്പം നല്ല വൈബുള്ളൊരു വീടാണ് കേട്ടോ. ഇതാണ് ഞങ്ങൾ അക്കത്ത് കയറിയിട്ട് ചായയെല്ലാം കുടിച്ചു. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നല്ലൊരു വൈബ്, കുറച്ച് ഫോട്ടോഷൂട്ടെല്ലാം എടുക്കണം തോന്നി. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്തു. എൻ്റെ ഫോട്ടോസെല്ലാം എടുത്തു, അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ആ കുഞ്ഞ് എൻ്റെ സിസ്റ്ററിൻ്റെ കുഞ്ഞിനെ തള്ളിയിട്ടിട്ട് ചോരയെല്ലാം വന്ന് ആക്കി സീനായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. വണ്ടിയിലുണ്ടായിരുന്നു, പെട്ടെന്ന് കൊണ്ടുപോയി തിരിച്ച് വന്നു. സ്റ്റിച്ചിലുണ്ട്.